ടു എംമ സൊല്യൂഷൻസ്. മക്കളെ, നിങ്ങളുടെ സ്വന്തം വർഷ മിസ് ആണ്. അപ്പൊ ഇതാ ഒരു അടിപൊളി കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ആദ്യം തന്നെ പറയാം മക്കളെ, ഇന്ന് കറക്റ്റ് 7 മണിക്ക് നമ്മളൊരു ഇമ്പോർട്ടന്റ് ലൈവ് ആയിട്ട് വരികയാണ്. അപ്പൊ നിങ്ങളുടെ മിഡ് ടേം എക്സാമിനെയും ഓണം എക്സാമിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള ലൈവാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്തായാലും വരാൻ പോകുന്ന ചോദ്യങ്ങളാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ മക്കളെ ഓർമ്മിപ്പിക്കുകയാണ്, 7 മണിന്റെ ലൈവിന് എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള മാത്സിലെ ഒന്നാമത്തെ പാഠം സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ. ഈ ഒരു പാഠത്തിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, കഴിഞ്ഞ ഒരു മുൻപത്തെ ചോദ്യപേപ്പർ, ഒരു കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്ത് നോക്കിയാൽ ഈ ഒരു മോഡൽ അല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കേയില്ല. അപ്പൊ മക്കളെ, ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പാഠത്തിൽ വരുന്ന എല്ലാ മാർക്കും സെറ്റ് ആക്കി തരുന്നതായിരിക്കും ഞാനായിട്ട്. അപ്പൊ കറക്റ്റ് എന്ത് ചെയ്യാം മക്കളെ, ലൈവിലേക്ക് വരിക. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം നോക്കാം. ഇവിടെ ഒരു നമ്പറിന്റെ വർഗം സ്ക്വയർ എടുത്ത് വെച്ചിട്ടുണ്ട്. 123ന്റെ വർഗം എടുത്ത് വെച്ചിട്ടുണ്ട്. 1512 15129. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? 12.3 12.3ന്റെ വർഗം എന്താ വരിക മക്കളെ? 12.3 നോക്കിയോ, 12.3 ഇൻറ്റു 12.3 എന്നല്ലേ അർത്ഥം സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ പോയിന്റിന് ശേഷം ഒരാള്, ഇവിടെ പോയിന്റിന് ശേഷം ഒരാള്, 2 പേര് മാറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾറെഡി ഉത്തരം തന്നിട്ടുണ്ട്. നമ്മളിതാ ഈ റൈറ്റ് സൈഡിൽ നിന്ന് 2 പേരെ മാറ്റി, 2 പേരെ മാറ്റി ഇതാ ഇവിടെ അങ്ങോട്ട് കുത്തിടാം. അപ്പൊ 151.29 എന്ന് വരുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാളെ ഉള്ളെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ 2 ആവും. ഓക്കെ, 2 ആളാവും. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സിമ്പിൾ ചോദ്യം നോക്കിയോ. 9.5ന്റെ സ്ക്വയർ തന്നിട്ടുണ്ട്. 9.5ന്റെ സ്ക്വയർ എടുത്തിട്ടുണ്ട്. 81 പ്ലസ് ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട് 0.25. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാം മക്കളെ? ഇതിന്റെ ഇടയിൽ എന്ത് വരും? അപ്പൊ നമ്മൾ സ്ക്വയർ എടുക്കുന്ന പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? 9.5 9.5ന്റെ വർഗം 5ൽ അവസാനിക്കുന്നതാണെങ്കിൽ വളരെ എളുപ്പം. പക്ഷെ ഞാൻ ഇവിടെ പൊതുവായിട്ടുള്ള കാര്യം പറയും. ഇപ്പൊ 0.5 തന്നെ അവസാനിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ, വേറെ നമ്പർ ആകാം. അപ്പൊ എങ്ങനെയാന്ന് നോക്കിയോ മക്കളെ, ആദ്യം 9.5നെ നമ്മൾ 9 പ്ലസ് 0.5 ഹോൾ സ്ക്വയർ എന്ന് എഴുതും. എന്നിട്ട് ആദ്യം 9ന്റെ വർഗം പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ 9 ഇൻറ്റു മൂന്നാമത്തെ അല്ല ലാസ്റ്റത്തെ നമ്പർ 0.5 മൂന്നാമതായിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ 9 ഇതാ ഇവിടെ നോക്കിയോ, 2 ഇൻറ്റു 9 ഇൻറ്റു 0.5 പ്ലസ് ലാസ്റ്റത്തെ നമ്പർ 0.5ന്റെ സ്ക്വയർ. റെഡി? 9ന്റെ വർഗം എന്താ മക്കളെ? 9ന്റെ വർഗം 9 ഇൻറ്റു 9 81 പ്ലസ് നോക്കിക്കോ 2 ഇൻറ്റു 9 എത്ര? 2 ഇൻറ്റു 9 18 ആണ്. 18 ഇൻറ്റു 0.5 0.5 എന്താ മക്കളെ? ഈ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അരയാ, 1/2 അല്ലെങ്കിൽ പകുതി എന്നാണ് അർത്ഥം. അപ്പൊ ആ 18ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 9 ആണ്. ആ 9 അങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി 0.5ന്റെ സ്ക്വയറോ 0.5 ഇൻറ്റു 0.5. നോക്ക് മക്കളെ, പോയിന്റ് ഒക്കെ മാറ്റി വെച്ചാൽ 5 ഇൻറ്റു 5 25. പോയിന്റിന് ശേഷം ഒരാള്, ഇവിടെ ഒരാള്, മൊത്തം 2 പേരെ മാറ്റി കുത്തിടുക. അപ്പോൾ 0.25. ഇത് തന്നെയല്ലേ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഇതാ ഇവിടെ 81 ഉണ്ട്. 0.25. അപ്പൊ ഈ ബ്ലാങ്കിൽ എന്താ വരിക? നമ്മുടെ ഉത്തരം എന്താ കിട്ടിയല്ലോ? 9. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം 9, ഓപ്ഷൻ സി. ക്ലിയർ? ഇതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം, ഉറപ്പായിട്ടും വരും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു മോഡൽ ഇതാ ഇതുപോലെ ഇങ്ങനെ കള്ളിക്കളി ഗ്രിഡ് തന്നിട്ട് അതിന്റെ ഉള്ളിൽ വിട്ടുപോയ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് പൂരിപ്പിക്കാൻ വരും. അപ്പൊ ഇവിടെ 900 കൊടുത്തിട്ടുണ്ട്, 16 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒക്കെ ചോദ്യം ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ചോദിച്ചിന് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ വരാൻ സാധ്യതയുള്ള സംഖ്യകൾ? മക്കളെ നിങ്ങൾ നോക്കിക്കോ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 11ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 12ന്റെ സ്ക്വയർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12നെ 10 പ്ലസ് 2ന്റെ സ്ക്വയർ ആയിട്ട് നിങ്ങൾ എഴുതും. എന്നിട്ടോ നിങ്ങൾ ഇങ്ങനെ കള്ളി വരയ്ക്കായിരുന്നു, ഓർമ്മയില്ലേ? നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചതെന്നൊക്കെ പറഞ്ഞതാണ്. ഒരു 10ഉം 2ഉം ഇവിടെ എഴുതും, അടുത്ത 10ഉം 2ഉം ഇവിടെ എഴുതും. എന്നിട്ട് ഈ 10നെയും ഗുണിച്ചിട്ട് നമ്മൾ ഇവിടെ എഴുതും. 10 ഇൻറ്റു 10 100. അടുത്തത് ഈ 10നെയും ഈ 2നെയും ഗുണിച്ചിട്ട് നമ്മൾ 20 ദാ ഇവിടെ എഴുതും. അടുത്തത് ഈ 2ഉം ഈ 10ഉം കൂടി ഗുണിച്ചിട്ട് നമ്മൾ ഇവിടെ എഴുതും 20. അടുത്തത് ഈ 2ഉം ഗുണിച്ചിട്ട് നമ്മൾ ദാ ഇവിടെ എഴുതും 4. ഇതാണല്ലോ സംഭവം. അപ്പൊ നമ്മളില്ലേ, നമുക്ക് കിട്ടുന്ന ഏതോ ഒരു സംഖ്യേനെ ദാ ഇങ്ങനെ 10ഓ 0 ഒക്കെ വരുന്ന രീതിയിൽ എഴുതണം ഇവിടെ. പിന്നെ ദാ ഇവിടെ കൊടുത്തിട്ടുള്ള സംഖ്യയുടെ പ്രത്യേകത എന്താ? ഈ 100 എന്ന് പറയുന്നത് ഇവിടെയുള്ള സംഖ്യയുടെ വർഗമല്ലേ? അതായത് ഇത് രണ്ടും ഗുണിക്കുക, സെയിം നമ്പർ ആണെങ്കിൽ അത് വർഗമല്ലേ? അപ്പൊ 10ന്റെ വർഗമാണ് 100 ഇവിടെ. അപ്പൊ നേരെ തിരിച്ചാലോചിക്കുക, 900ന്റെ വർഗമൂലം സ്ക്വയർ റൂട്ട് ആയിരിക്കും ഇവിടെ. 900ന്റെ വർഗമൂലം ഏതാ മക്കളെ? 30 അല്ലേ? നോക്ക്, 900ന്റെ റൂട്ട് എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ ഇവിടെ 30 വരും. ഇനി അതേപോലെ ഇവിടെ ഏതാണ് സംഖ്യ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്ക് മക്കളെ, ഇവിടുത്തെ സംഖ്യയും സെയിം ആയിരിക്കും. അത് രണ്ടും ഗുണിച്ചാൽ കിട്ടുന്നതാ ഇവിടെ 4. അതായത് 4ന്റെ വർഗമൂലമായിരിക്കും ഇവിടെ എഴുതിയിട്ടുണ്ടാവുക.
ഇവിടെ എഴുതുന്ന സംഖ്യയുടെ വർഗ്ഗമൂലമായിരിക്കും ഇവിടെ എഴുതുക. അപ്പൊ ഇവിടെ എഴുതിയിട്ടുള്ള സംഖ്യ ഏതാ? 16. 16ന്റെ വർഗ്ഗമൂലം എത്രയാ? 4. അപ്പൊ ഇവിടെ 4, ഇവിടെ 4, അവിടെ 30, ഇവിടെ 30. കിട്ടിയില്ലേ? ഇനി ബാക്കിയുള്ളത് ഗുണിച്ചാ പോരെ. ഈ സംഖ്യ കിട്ടാൻ ഇതും ഗുണിച്ചാ മതി. അപ്പൊ ഈ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യാ? ഈ 30ഉം ഈ 4ഉം ഗുണിക്കാം. 30 × 4 എത്രയാ മക്കളെ? 30 × 4 എന്ന് പറയുമ്പോ 3 × 4 12, 0 ഇട്ട് കൊടുക്കുമ്പോ 120. അടുത്തത് ഈ സംഖ്യ കിട്ടാൻ ഇതും ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇവിടെയുള്ള അതേ സംഖ്യ തന്നെയാണ് ഇവിടെയും വരിക. അപ്പൊ അവിടെയും ഉത്തരം 120. ഓക്കെ, അവിടെയും ഉത്തരം എന്ത്? 120. എല്ലാവരും ആയില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇവിടുത്തെ സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിന്റെ വർഗ്ഗമൂലം എടുക്കുക, സ്ക്വയർ റൂട്ട് എടുക്കുക. ഇവിടുത്തെ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെയുള്ള ആൾക്കാരെ കിട്ടും. പിന്നെ ബാക്കിയുള്ളത് കിട്ടാൻ ജസ്റ്റ് ഒന്ന് ഗുണിച്ചു നോക്കിയാൽ മതി. സംഭവം സിമ്പിൾ അല്ലേ? സെറ്റ് ആയിട്ടില്ലേ? അപ്പൊ ഇത്രയും ഇതേപോലുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുടെ ലൈവായിട്ടാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈവാണ്. നിങ്ങളുടെ മിഡ് ടേം എക്സാമിനും അതേപോലെ ഓണ പരീക്ഷയ്ക്കും വളരെ ഹെൽപ്ഫുൾ ആവാൻ പോകുന്ന ലൈവാണ് മക്കളെ. മിസ്സാക്കണ്ട. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയും. അത്രത്തോളം പ്രാധാന്യം പറയാൻ കാരണം ഒരു കുറച്ച് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും. ആ പാറ്റേൺ ജസ്റ്റ് നമ്പർ മാറ്റിയിട്ട് തന്നെയായിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മുടെ മാക്സിമം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. നിങ്ങൾ നമ്മുടെ LMS ബാച്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസ്സുകളും മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ചെയ്യിക്കും. അപ്പൊ നമ്മുടെ LMS പ്രീമിയം ബാച്ചിലായാലും അല്ലെങ്കിൽ പ്രീമിയം പ്രോ ബാച്ചിലായാലും ജസ്റ്റ് 1 വർഷത്തേക്കുള്ള ഫീ ആണ് മക്കളെ വരുന്നത്. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ NMMS ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബാച്ച് തന്നെയാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ലൈവും റെക്കോർഡ് ക്ലാസ്സും അതേപോലെ ലൈവിലൂടെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നടക്കുന്ന ക്ലാസ്സുകളാണ്. പ്രധാനമായിട്ടും പല ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കിട്ടുന്നതായിരിക്കും. സോ മക്കൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക. എക്സാം കഴിഞ്ഞ് മാർക്ക് കുറഞ്ഞിട്ട് റിഗ്രറ്റ് വന്നിട്ടല്ല നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ മക്കൾ എന്ത് ചെയ്യുക? അഡ്മിഷനൊക്കെ എടുക്കുക. അപ്പൊ അടിപൊളിയായിട്ട് ജോയിൻ ചെയ്തോളാം. സോ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7 മണിന്റെ ലൈവിന്റെ കാര്യം മറന്നുകൊണ്ടാ മക്കളെ. അപ്പൊ 7 മണിക്ക് കാണാം.